ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം ഒക്ടോബർ 14. ഒരു അസാധ്യ സമ്മാനം. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം 27 എൻ്റെ ഭർത്തൃമാതാവിൻ്റെ ജന്മദിനത്തിന് അനുയോജ്യമായ സമ്മാനം കണ്ടെത്തിയതിൽ ഞാൻ ആഹ്ലാദിച്ചു. ബ്രേസ്ലെറ്റിൽ അവളുടെ ജന്മദിന കല്ലുപോലും ഉണ്ടായിരുന്നു. മറ്റൊരാൾക്ക് അനുയോജ്യമായ ആ സമ്മാനം കണ്ടെത്തുന്നത് എല്ലായ്പ്പോഴും സന്തോഷകരമാണ്. എന്നാൽ വ്യക്തിക്ക് ആവശ്യമുള്ള സമ്മാനം നൽകുന്നത് നമ്മുടെ കഴിവിന് അതീതമായാലോ? ഒരാൾക്ക് മനസ്സമാധാനം, വിശ്രമം അല്ലെങ്കിൽ ക്ഷമ എന്നിവ നൽകണമെന്ന് നമ്മളിൽ പലരും ആഗ്രഹിക്കുന്നു. അവ വാങ്ങുവാനും സമ്മാനമായി പൊതിയുവാനും കഴിഞ്ഞിരുന്നുവെങ്കിൽ. ഇത്തരത്തിലുള്ള സമ്മാനങ്ങൾ ഒരാൾ മറ്റൊരാൾക്ക് നൽകുന്നത് അസാധ്യമാണ്. എന്നിട്ടും യേശു മനുഷ്യ ശരീരത്തിലുള്ള ദൈവം തന്നിൽ വിശ്വസിക്കുന്നവർക്ക് അത്തരം ഒരു അസാധ്യമായ സമ്മാനം നൽകുന്നു. സമാധാനത്തിൻ്റെ സമ്മാനം. ശിഷ്യന്മാരെ വിട്ട് സ്വർഗാരോഹണം ചെയ്യുന്നതിനു മുമ്പ് പരിശുദ്ധാത്മാവിൻ്റെ വാഗ്ദത്തത്താൽ യേശു അവരെ ആശ്വസിപ്പിച്ചു. അവൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. അവരുടെ ഹൃദയങ്ങൾ അസ്വസ്ഥമാകുമ്പോഴോ ഭയം അനുഭവിക്കുമ്പോഴോ ശാശ്വതവും അചഞ്ചലവുമായ ഒരു സമ്മാനമായി അവൻ അവർക്ക് തൻ്റെ സമാധാനം വാഗ്ദാനം ചെയ്തു. അവൻ തന്നെ ദൈവത്തോടും മറ്റുള്ളവരോടും നമ്മോട് തന്നെയുമുള്ള നമ്മുടെ സമാധാനമാണ്. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് അധിക ക്ഷമയോ അവർ ആഗ്രഹിക്കുന്ന മെച്ചപ്പെട്ട ആരോഗ്യമോ നൽകാനുള്ള കഴിവ് നമുക്കുണ്ടായേക്കില്ല. ജീവിത സമരങ്ങൾക്കിടയിൽ നമുക്കെല്ലാവർക്കും സഹിച്ചു നിൽക്കാൻ ആവശ്യമായ സമാധാനം അവർക്ക് നൽകുവാനും നമ്മുടെ ശക്തിയാൽ കഴിയുന്നതല്ല. എന്നാൽ സത്യവും ശാശ്വതവുമായ സമാധാനത്തിൻ്റെ ദാതാവും മൂർത്തരൂപവുമായ യേശുവിനെ കുറിച്ച് അവരോട് സംസാരിക്കാൻ ആത്മാവിനാൽ നയിക്കപ്പെടാൻ നമുക്ക് കഴിയും. ചിന്തിക്കുക, എങ്ങനെയാണ് ക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം കൊണ്ടുവന്നത്? നിങ്ങൾക്ക് ആർക്ക് ആ സമാധാനം പരിചയപ്പെടുത്താൻ കഴിയും? ദൈവത്തിന് മഹത്വം.